സീറോ മലബാർ സഭയിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന ശുശ്രൂഷ പദവി അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന് നൽകണമേ എന്ന് കാർമികൻ പ്രാർത്ഥിക്കുകയും മഹനീയമായ ഈ ദൗത്യ നിർവഹണത്തിനാവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് യാചിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന് നവമായി ലഭിക്കാൻ നമുക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പ്രധാന യാജപാലകനും നിത്യപുരോഹിതനുമായ ഈശോയെ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന ദയാപൂർവം സ്വീകരിക്കണമേ. നിന്റെ സഭയിൽ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തെ മഹനീയമായ ഈ ശുശ്രൂഷ പദവിയിൽ സ്ഥിരീകരിക്കണമേ. കർത്താവേ, നിന്റെ രക്തം ചിന്തി രക്ഷിച്ച വിശ്വാസികളുടെ മേലുള്ള അധികാരം ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ഉചിതമായ കിരീടം ഇദ്ദേഹത്തിന്റെ ശിരസിൽ ചാർത്തുകയും ദൈവികമായ ശക്തിയിൽ ഇദ്ദേഹത്തെ ഉറപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ജനത്തെ നീതിയോടെ ഭരിക്കാനും സ്നേഹത്തിൽ അനുരഞ്ജിപ്പിക്കാനും പരിശുദ്ധിയിൽ പരിപോഷിപ്പിക്കാനും ഇദ്ദേഹത്തെ ശക്തനാക്കണമേ. ദൈവികമായ സൗഭാഗ്യം ഈ ലോകത്തിലും വരാനിരിക്കുന്ന രാജ്യത്തിലും നുകരാൻ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായിലൂടെ സ്ഥാപിതമായ അങ്ങയുടെ സഭയുടെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശുദ്ധിയിൽ വളർത്താനും ഇദ്ദേഹത്തിന് ശക്തി നൽകണമേ. സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലും സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സംഘാതാത്മകതയിലും ഈ സഭയുടെ മക്കൾക്ക് ആധ്യാത്മിക ഭക്ഷണം നൽകാനും നിന്റെ രാജ്യത്തിലേക്ക് അവരെ നയിക്കാനും കൃപയുടെ വസതികളിലേക്ക് അവരെ എത്തിക്കാനും ഇദ്ദേഹത്തിനിടയാകട്ടെ. ഈ സഭയുടെ സവിശേഷ പ്രബോധനത്തിലൂടെ അനേകരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ആനയിക്കാൻ ഇദ്ദേഹത്തിന് ശക്തി ലഭിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈ പ്രാർത്ഥനയോടെ അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കുന്നു. തുടർന്ന് കാർമികൻ മേജർ ആർച്ച് ബിഷപ്പിനെ ചുവന്ന മുടി ധരിപ്പിക്കുകയും അംശവഴി നൽകുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ആനയിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ആലപിക്കുന്ന കീർത്തനത്തിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണ കർമ്മത്തിന്റെ സമാപനാശീർവാദം നൽകുകയും ചെയ്യുന്നു. നമുക്കിരിക്കാം.
കർത്താവ് തന്റെ കൃപയുടെ ദാനം അങ്ങയിൽ പൂർത്തിയാക്കട്ടെ. അവിടുത്തെ തിരുമനസ്സിന് പ്രസാദിക്കുന്ന പാതയിൽ ചരിക്കുവാൻ അങ്ങയെ സഹായിക്കുകയും ചെയ്യട്ടെ. മേജർ ആർച്ച് ബിഷപ്പ് നൽകുന്ന സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. ദൈവമേ, എളിയവനായി മഹത്വമേറിയ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തിയ അങ്ങേ ഞാൻ വാഴ്ത്തുന്നു. എന്റെ സംരക്ഷണത്തിലും ഉത്തരവാദിത്വത്തിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് തന്നെ വിശുദ്ധീകരിക്കുകയും ഭരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. സിറോ മലബാർ സഭയെ അങ്ങയുടെ തിരുവിഷ്ടത്തിന് യോജിച്ച വിധം നയിക്കുവാൻ വേണ്ട ശക്തിയും വിവേകവും എനിക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ കൃപയുടെ വലതുകരം എന്നും എന്റെ മേലുണ്ടായിരിക്കട്ടെ. എന്റെ ഹൃദയത്തെ ദിവ്യമായ സ്നേഹത്താൽ നിറയ്ക്കണമേ. വിശുദ്ധരുടെ പാദങ്ങൾ പിന്തുടരുവാനും പരിശുദ്ധമായി ജീവിക്കുന്നതിനെ അങ്ങയുടെ ജനത്തിന് പ്രചോദനം നൽകാനും എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ എളിയദാസനായ ഞാനും അങ്ങ് തെരഞ്ഞെടുത്ത വൈദിക മേലധ്യക്ഷന്മാരും ഞങ്ങളുടെ സഹശുശ്രൂഷകരായ വൈദികരും നിശംശാനമാരും സഭയിൽ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സഹപ്രവർത്തകരും സമർപ്പിതരും ദൈവജനം മുഴുവനും അങ്ങയുടെ മഹത്വത്തിന്റെ ദിനം ഉദയം ചെയ്യുമ്പോൾ അനുഗ്രഹദായകമായ അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നതിന് യോഗ്യരാകുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്കിരിക്കാം. സന്തോഷകരവും
ഹൃദയസ്പർശീയമായ ഒരു രംഗത്തിനാണ് നാം ഇപ്പോൾ സാക്ഷികളാകുന്നത്. സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടൻ പിതാവിനെ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദിക മേലധ്യക്ഷന്മാരും ആശ്ലേഷിച്ചുകൊണ്ട് തങ്ങളുടെ ആദരവും സ്നേഹവും സഹകരണവും പ്രകടിപ്പിക്കുന്നു.
അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന തുടരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതല ഏറ്റിരിക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ കാക്കനാട് മൗണ്ട് സെയിൻറ് തോമസിൽ പുരോഗമിക്കുകയാണ്. മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മാസം 15ഓടെ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സറ മുഹമ്മദ്, എന്തൊക്കെയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, ജനുവരി 15ഓടെ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായി പിൻവാങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട അറിയിപ്പായി വന്നിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പക്ഷെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മലയോര മേഖലയിലും മലയോര ജില്ലകളിലും ഉച്ചയ്ക്ക് ശേഷവും ജാഗ്രത ഒരുപക്ഷെ തുടരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട നേരിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആ മേഖലകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇടിമിന്നലിനും കാറ്റിനും ഒപ്പം ആ മേഖലയിൽ സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പുലർത്തണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നേരത്തെ
മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ആ വിലക്കുകൾ പൂർണ്ണമായും മാറ്റുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. വേണു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നാം വീണ്ടും സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പോവുകയാണ്. സിറോ മലബാർ സഭയുടെ ഇടയനായി ഇപ്പോൾ റാഫേൽ തട്ടിലിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. വീണ്ടും തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ വിശദാംശങ്ങളുമായി എബിൻ ജോസ് ചേരുന്നു. എബിൻ, ചടങ്ങുകളൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സിറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനാരോഹണം ചെയ്തു. ഇപ്പോൾ സഭാ അഡ്മിനിസ്ട്രേറ്ററായ സെബാസ്റ്റ്യൻ മാണിയപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. അംശവടിയും അതുപോലെ തന്നെ കിരീടവും ധരിപ്പിച്ചാണ് ഇപ്പോൾ 4ാമത് മേജർ ആർച്ച് ബിഷപ്പിനെ സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം സഭയിലെ മെത്രാന്മാരെല്ലാവരും ചേർന്ന് ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് അൽമായരായ ആള് ഈ പുതിയ ബിഷപ്പിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അഭിലേഷിക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ വിശുദ്ധ കുർബാന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഒരു അനുമോദന സമ്മേളനം നടക്കും. അതിൽ അൽമായരും ക്ഷണിക്കപ്പെട്ട അതിഥികളും മാത്രമാണ് പങ്കെടുക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, സാധാരണയായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത് ബസിലിക്ക കത്തീഡ്രലിലാണ്. പക്ഷേ ഇത്തവണ സെന്റ് തോമസ് മൗണ്ട് കാര്യാലയത്തിലാണ് നടക്കുന്നത്. സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമേ ഉള്ളൂ. സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണ ചടങ്ങുകൾക്കായിട്ട് ഇവയുടെ മറ്റു മെത്രാന്മാരും വൈദികരും അൽമായരും മാത്രമാണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികളും ഉണ്ട്. മറ്റ് സഭകളിൽ നിന്നുള്ള മറ്റ് കത്തോലിക്ക സഭകളായ സീറോ മലബാർ സഭയിൽ നിന്നും ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് അഭിനന്ദനങ്ങൾ അറിയിക്കും. ഇത്തരത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജോഷുവയുടെ പുസ്തകത്തിലുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസനായ മോശയുടെ സേവകൻ ജോഷുവയോട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു: ഇപ്പോൾ നീയും ഈ ജനം മുഴുവനും എഴുന്നേറ്റ് ഇസ്രായേലിയരായ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദേശത്തേക്ക് ഈ ജോർദാൻ കടന്നു ചെല്ലുക. മോശയോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ കാൽപാദം ഊന്നുന്ന പ്രദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. മരുഭൂമിയും ഈ ലെബനോനും മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെ, ഹേത്തുകാരുടെ ദേശം മുഴുവനും സൂര്യാസ്തമനത്തിന്റെ മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിർത്തിയിലായിരിക്കും. നിന്റെ ആയുഷ്കാലമെല്ലാം ആരും നിന്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോട്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ ചുമതലയേറ്റതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഡൽഹിയിൽ ഭൂചലനം 6.1 തീവ്രത രേഖപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനാണ് പ്രഭവ കേന്ദ്രം. ഹിമാലയൻ മേഖലയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖലയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് ഈ ഭൂചലനത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഫ്ഗാൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ശക്തമായ ഭൂചലനത്തിന്റെ വിഭാഗത്തിൽ വരുന്ന ഭൂചലനമാണ്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഭൗമോപരിതലത്തിൽ
ഭൂചലനത്തിൽ നിന്നും 220 കിലോമീറ്റർ താഴെയാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് അനുഭവപ്പെട്ടത്. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഭൂചലനത്തിന്റെ തുടർന്ന് ശക്തമായുള്ള ചലനം തന്നെ ബഹുനില കെട്ടിടങ്ങളിലും മറ്റും അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമായും ഹിമാലയൻ മേഖലയിലാണ് ഭൂകമ്പം അതിശക്തമായി തന്നെ ഇന്ത്യയിൽ അനുഭവപ്പെട്ടത്. എന്നാൽ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതേസമയം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അടക്കമുള്ള ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേണു. ബൽറാം, തുടർചലനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? എന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ ഇപ്പോൾ? വേണു, നിലവിൽ ഇപ്പോൾ തുടർ ചലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്ന തരത്തിൽ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ അല്ലെങ്കിൽ സിസ്മോളജി വകുപ്പോ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. എന്നാൽ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ 24 മണിക്കൂറിനകം തന്നെ തുടർ ചലനങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ അനുരണനം എന്ന രീതിയിൽ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ചലനങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഹിന്ദുക്കുഷ് മേഖല എന്നുള്ളത് സ്ഥിരമായി ഭൂചലനം അനുഭവപ്പെടുന്ന മേഖല തന്നെയാണ്. 2023 ജനുവരി 1 തന്നെ അതിശക്തമായ ഒരു ഭൂചലനം ഹിന്ദുക്കുഷ് മേഖലയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ത്യയിൽ പ്രധാനമായും ഉത്തരാഖണ്ഡിലെ ഭൗമ പ്രതിഭാസം ഉൾപ്പെടെയുള്ളവ ഉണ്ടായത് ഈ ഭൂചലനത്തിന്റെ ഭാഗമായാണ് എന്നാണ് പിന്നീട് വിലയിരുത്തിയത്. അത്തരത്തിലുള്ള സാധ്യതകൾ ഈ ഭൂചലനത്തിന്റെ കാര്യത്തിലും ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട ഭൗമശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. നിലവിൽ എന്നാൽ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തുടർ ചലനങ്ങൾക്കുള്ള മുന്നറിയിപ്പോ ഈ സിസ്മോളജി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. വേണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ KPCC പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം പ്രകടനവും പൊതുസമ്മേളനവും നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി ഈ മാസം 17 പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അല്ലമീൻ, എങ്ങനെയാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഗതികൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഈ ജാമ്യാപേക്ഷ വീണ്ടും സമർപ്പിക്കുകയാണല്ലോ സെഷൻസ് കോടതിയിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്? വേണു, ആദ്യം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് ആ പ്രതിഷേധം അസംബ്ലി തലങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ രൂപവും സ്വഭാവവും മാറ്റുന്നത് സംബന്ധിച്ച് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അതിന്റെ ചില സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ചില ഗുരുതര ആരോപണങ്ങളാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടും നോട്ടീസ് നൽകാതെയും രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചപ്പോൾ അതിൽ പോലും ചില ഇടപെടലും സർക്കാർ നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് താനും. എന്നാൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങളില്ല, ആരോഗ്യാവസ്ഥ സ്റ്റേബിൾ ആണ് എന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് സംഘടിപ്പിക്കുന്നു. ഇതിന് ജനറൽ ആശുപത്രിയിലെ RMO സ്വാധീനിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ജാമ്യം നിഷേധിക്കുന്നതിന്, അയാളെ ജയിലിലേക്ക് അയക്കുന്നതിന് കൃത്യമായി ഇടപെടൽ സർക്കാർ നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നുകൂടി പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ട് അത് വ്യാജമാണെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. ഇതിനെതിരെ MV ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്നും നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വീണ്ടും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. തന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് രാഹുൽ ഇത്തവണയും കോടതിയെ സമീപിച്ചത്. അത് വരുന്ന 17-ാം തീയതി കോടതി പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണം അത് ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തും. അതിനോടൊപ്പം തന്നെ നിയമ പോരാട്ടവും നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ കുരുക്കുന്നതിന് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പ് കൂടി പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം വരുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം ഈ വിഷയം വലിയ ചർച്ചയായി മാറും. അത് സജീവമായി തന്നെ നിലനിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ള സൂചനകളാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വേണം. ശരി, അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നീക്കത്തിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നതാധികാര സമിതിക്ക് കത്തയച്ചു. ആശയം അംഗീകരിക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം നെടുങ്ങാടി, എന്തൊക്കെയാണ് തൃണമൂല് മമതാ ബാനർജി ഈ കാര്യത്തിലുള്ള എതിർപ്പായി അറിയിച്ചിരിക്കുന്നത്? വേണു, ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഇത് നടപ്പാക്കുന്നതിലെ പ്രായോഗികത അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഇക്കാര്യത്തിലുള്ള സമീപനം തേടിയിരുന്നു. ഇതിന് മറുപടിയായി നൽകിയ കത്തിലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പൂർണ്ണമായും താൻ തള്ളുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വിശദമായ ഈ കത്തിൽ മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു രാജ്യം എന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന തത്വത്തിലെ അടിസ്ഥാന ആശയപരമായ ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ട് എന്ന് മമത വിശദീകരിക്കുന്നു. കാരണം ഇത് ഒരു ഏകാധിപത്യ പ്രവണത വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ്, ഒരു ആശയമാണ്. താൻ ഏകാധിപത്യത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ തനിക്ക് ഈ സങ്കല്പത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രീതിശാസ്ത്രപരമായ സമീപനത്തിലെ ബുദ്ധിമുട്ടുകളാണ്. ഫെഡറലിസ്റ്റയെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് ഈ ആശയമെന്നും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും മമതാ ബാനർജി വ്യക്തമാക്കുന്നു. 1951 ആദ്യ തിരഞ്ഞെടുപ്പ് സങ്കല്പം മുതലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദമായ കത്താണ് ഈ ഉന്നതാധികാര സമിതിയുടെ സെക്രട്ടറിക്ക് മമതാ ബാനർജി അയച്ചിരിക്കുന്നത്. ശരി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെതിരെ മമതാ ബാനർജിയും ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് ഫെബ്രുവരി 1 ഈ മാസം 31 രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? വേണു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ബജറ്റ് സമ്മേളനം കൂടിയായിരിക്കും. എന്തായാലും അതിന്റെ തീയതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 31 രാഷ്ട്രപതി ഇരുസഭകളിലും നയപ്രഖ്യാപന പ്രസംഗം നടത്തും. അതിനുശേഷം ഇതിൽ ചർച്ചയായിരിക്കും നടക്കുക. തുടർന്ന് ഈ ചർച്ചകൾക്കുള്ള മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകും. ഫെബ്രുവരി 1 ഈ ഇടക്കാല ബജറ്റ് സമ്മേളനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അത് അവതരിപ്പിക്കും. ഒപ്പം തന്നെ ഫെബ്രുവരി 9 വരെയാണ് ഈ സമ്മേളന കാലയളവ് തുടരുക. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കും. ഇത്തവണ വനിതകളെയും അതുപോലെ രാജ്യത്തെ കർഷകരെയും ലക്ഷ്യമിട്ടാണ് ഒരു നീക്കം BJP നടത്തുന്നത് എന്നുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇതിൽ കാണും. ഒപ്പം തന്നെ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് കൂടി ഈ സമ്മേളനം ഇടവയ്ക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം തന്നെയാണ് അതിന് പ്രധാനമായും ഉന്നയിക്കുന്ന കാരണം. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകൾ നടത്തും. പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായുള്ള വിഷയങ്ങൾ കൂടുതലായും ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഭരണപക്ഷത്തിന് നേരെ ഉന്നയിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അത്തരത്തിൽ കൂടെ വിലയിരുത്തുമ്പോൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് ഈ ഇടക്കാല ബജറ്റ് സമ്മേളനം. വേണു, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പശ്ചിമബംഗാളിലെ വിവിധ ആരോപണങ്ങളിൽ ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഹർജി നൽകിയത് എന്ന് കോടതി നിരീക്ഷിച്ചു. ഇഡിക്കെതിരെ ബംഗാളിൽ നടക്കുന്ന ആക്രമണം ദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നായിരുന്നു ഹർജിയിലെ വാദം. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകും. അച്യുതൻ, എന്തായിരുന്നു ഈ ഹർജി തള്ളാനുള്ള കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത്? വേണു, 24 നോർത്ത് പർഗാനയിലുണ്ടായ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ ഒരു ഹർജിക്കാരൻ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ NIA-യുടെയും CBIയുടെയും അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. അന്ന് കോടതി പറഞ്ഞത് ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാനുള്ള ഒരു സമ്മതം കോടതി അനുവദിച്ചു നൽകി. തുടർന്ന് ഹർജി ഫയൽ ചെയ്തു. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇതിൽ ഈ വാർത്താക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരൻ ഈ ഹർജി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഈ
ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നിരത്തുവാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളുന്നു എന്നുള്ള കാര്യം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മാത്രമല്ല, ഇന്ന് ബംഗാളിലെ ഈ നോർത്ത് പർഗാന പോലീസ് സ്റ്റേഷനിൽ BJPയുടെ തന്നെ വലിയൊരു പ്രതിഷേധം അരങ്ങേറുകയുണ്ടായി. ഈ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല, ഷാജഹാൻ ഷേഖിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധമായിരുന്നു ഇവിടെ അരങ്ങേറിയത്. പോലീസിന്റെ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് ഇന്നു സമരക്കാരെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം ഒന്ന് തണുപ്പിക്കുവാൻ കഴിഞ്ഞത്. നിലവിൽ 144 ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ NIA CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ഹർജി കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വേണം ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. രാജ്യത്തിന്റെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തുവിട്ട് ISRO. സൂപ്പർനോവ അവശിഷ്ടമായ കസിയോപ്പിയയിൽ നിന്ന് പ്രകാശരശ്മികൾ ശേഖരിച്ചു. എക്സ്പോസാറ്റിലെ എക്സ്പെക്ട് പേലോഡാണ് പ്രകാശരശ്മികൾ ശേഖരിച്ചത്. പുതുവർഷ ദിനത്തിലായിരുന്നു വിക്ഷേപണം. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ് മൂർത്തി, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? വേണു, 5-ാം തീയതി മുതൽ, അതായത് 1-ാം തീയതി വിക്ഷേപണം നടക്കുന്നു. 5-ാം തീയതി മുതൽ ശേഖരിച്ച വിവരങ്ങളാണ് എക്സ്പോസാറ്റിലെ പേലോഡായിട്ടുള്ള എക്സ്പെക്ട് ശേഖരിച്ച വിവരങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ആദ്യം എക്സ്പോസാറ്റിൽ നിന്നുള്ള ആദ്യ വിവരങ്ങളാണ് ഇപ്പോൾ ISRO പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ പഠന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, എക്സ്റേസിനെ കുറിച്ച്, തമോഗർത്തങ്ങളെക്കുറിച്ച് ഒക്കെ ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ആ രീതിയിൽ, അതായത് സൂപ്പർനോവ അവശിഷ്ടമായിട്ടുള്ളത് നക്ഷത്ര വിസ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സൂപ്പർനോവ അല്ലെങ്കിൽ അത്തരം അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അവശിഷ്ടമായ കസിയോപ്പിയയിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. ആ ലൈറ്റ് റേസ്, അത് എക്സ്റേസിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ മൂലകങ്ങളുടെ ഒരു കണക്ക് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം, സിലിക്കൺ, അതുപോലെ തന്നെ സൾഫർ, ആർഗോൺ, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രാഥമിക പഠനം എന്ന നിലയിൽ ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പുതുവർഷത്തിലെ ആദ്യത്തെ വിക്ഷേപണമായിരുന്നു, പുതുവർഷ ദിനത്തിലുള്ള വിക്ഷേപണമായിരുന്നു. വിജയകരമായി തന്നെ ISRO പൂർത്തീകരിച്ചതാണ്. എന്തായാലും അതിൽ നിന്നുള്ള ആദ്യഘട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ രീതിയിൽ എന്തായാലും എക്സ്പോസാറ്റിൽ നിന്നുള്ള ആദ്യഘട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററാണ് ഈ ഒരു എക്സ്പോസാറ്റ് വികസിപ്പിച്ചെടുത്തത്. തമോഗർത്തങ്ങൾ, അതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങൾ, എക്സ്റേസ്, അങ്ങനെയുള്ള പഠനങ്ങളാണ് എന്തായാലും ഈ എക്സ്പോസാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഉള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മൂലകങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ISRO പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം കളമശ്ശേരിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. മത്സ്യവില്പന കേന്ദ്രങ്ങളിലും പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡും ലൈസൻസും ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണോ? എന്തൊക്കെയാണ് ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ? വേണു, കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് 8 പേർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ പരാതിയെ തുടർന്ന് ഈ പാതിരാക്കോഴി എന്ന് പറയുന്ന സ്ഥാപനം പോലീസ് പൂട്ടിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തതാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സൗത്ത് കളമശ്ശേരിയിലെ ഹോട്ടലുകളിലും മത്സ്യ വ്യാപാര സ്ഥാപനങ്ങളിലും ഇന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൻ്റെ മിന്നൽ പരിശോധന ഉണ്ടായത്. എന്തായാലും പരിശോധനയുടെ ഭാഗമായി പഴകിയ ഭക്ഷ്യവസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം ഈ മോശം സാഹചര്യത്തിൽ, വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സംഭവത്തിൽ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖകളും ഒപ്പം ലേബർ കാർഡും അടക്കമുള്ള രേഖകൾ നഗരസഭാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരും. വ്യാപകമായി തന്നെ ഇത്തരത്തിൽ പരിശോധന ഇനി ആഴ്ചകളിൽ ഓരോ ആഴ്ചയിൽ 2 ദിവസം വെച്ച് നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി നഗരസഭ ആരോഗ്യ വിഭാഗം നീങ്ങിയിട്ടുണ്ട്. വേണു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ സവാദ് വർഷങ്ങളായി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തൽ. 8 വർഷം മുൻപാണ് സവാദിന്റെ വിവാഹം നടന്നത്. SDPI നേതാവിന്റെ മകളെയാണ് വിവാഹം ചെയ്തത്. വിവാഹശേഷവും കേരളത്തിൽ തന്നെ താമസിച്ചതായും കണ്ടെത്തൽ. ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരെ തെളിവായത്. ഷാജഹാൻ എന്ന് പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്നായിരുന്നു. ശരീരത്തിലുണ്ടായ മുറിവിന്റെ പാടുകൾ സവാദാണ് പിടിയിൽ എന്ന് സ്ഥിരീകരിക്കാൻ കാരണമായി. അതേസമയം സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്നറിയുന്നത് ഇന്നലെ എന്ന്
സവാദിന്റെ ഭാര്യാപിതാവ് അബ്ദുറഹ്മാൻ 24-നോട് പറഞ്ഞു. ഷാജഹാൻ എന്ന പേര് പറഞ്ഞാണ് വിവാഹം കഴിച്ചത്. സവാദാണെന്ന കാര്യം മകൾക്ക് മുൻപ് അറിയാമായിരുന്നുവെന്നും അബ്ദുറഹ്മാൻ 24-നോട് പറഞ്ഞു. ഈ സവാദ് വിവാഹം ചെയ്യുമ്പം ഈ പേര് തന്നെയായിരുന്നോ? എങ്ങനെയായിരുന്നു വിവാഹം ചെയ്യുമ്പം? പേര് ഷാജഹാൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു താമസിച്ചത് അവിടെ വലപട്ടണം മണ്ണ. അവിടെ ഒരു 5 കൊല്ലം അവിടെ താമസിച്ചു. നിങ്ങൾ എവിടുന്ന പരിചയപ്പെട്ട്? എവിടുന്നാ? ഞാൻ ഉള്ളാല ദർഗത്തിന്. പിന്നീട് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നോ? മഞ്ചേശ്വരത്തേക്ക് വരാറുണ്ടായിരുന്നോ? പിന്നെ ഇങ്ങനെ ഇടയിടെ പറഞ്ഞു. അവർ പ്രസവിക്കുമ്പോ അവർക്ക് വന്ന്. ഈ സവാദാണെന്നുള്ള കാര്യം ഇന്നലെയാണോ നിങ്ങൾ അറിയുന്നത്? ഇന്നലെ അറിയാവോ? അവക്ക് മോൾക്ക് മുമ്പ് അതിന്റെ കുഞ്ഞുങ്ങളാകുമ്പോ അരിഞ്ഞെന്ന് ഇപ്പൊ പറയുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഈ കുടുംബം എന്തൊക്കെയാണ് പറയുന്നത്? ഇതിൽ എത്രമാത്രം വിശ്വാസയോഗ്യമായ കാര്യങ്ങളുണ്ട്? വേണു, സവാദ് ദീർഘകാലം, അതായത് നേരത്തെ ഇയാൾ വിദേശത്തേക്ക് മറ്റും കടന്നിരുന്നു എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യക്തമാകുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായാണ് സവാദ് കഴിഞ്ഞത്. കൈവെട്ട് സംഭവത്തിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ ഭാര്യാപിതാവ് പറയുന്നത് ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞത്. ഉള്ളാളിലെ ഒരു ആരാധനാലയത്തിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അങ്ങനെയായിരുന്നു വിവാഹം നടന്നത്. മകൾക്കും തനിക്കുമൊന്നും ഇതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു എന്നതാണ്. അതേതായാലും പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. പക്ഷേ അത് സംബന്ധിച്ച് എൻഐയുടെ അന്വേഷണം ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട് എന്നതാണ്. അതേസമയം ഇയാൾ പലയിടങ്ങളിലായി ഷാജഹാൻ എന്ന പേര് തന്നെയാണ് പറഞ്ഞിരുന്നത്. കണ്ണൂരിൽ പലയിടങ്ങളിലായി, ആദ്യം വളപട്ടണത്ത്, പിന്നീട് മട്ടന്നൂരിലെ ബേരം, ഇതിനിടെ ഇരിട്ടിക്കടുത്ത വിളക്കോട് എന്നിങ്ങനെ പല സ്ഥലങ്ങളിലായി ഷാജഹാൻ എന്ന പേരിൽ മരപ്പണിക്കാരനായി തന്നെ കഴിഞ്ഞു. ഈ സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന് SDPIയുടെ സംഘടനാ പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. ഈ പോപ്പുലർ ഫണ്ട് നിരോധനത്തിന് ശേഷം കാര്യങ്ങൾ കുറെ കൂടി പ്രതിസന്ധിയിലേക്ക് പോയി. ഈ വാടക വീടിലൊക്കെ എല്ലാ സ്ഥലത്തും വിവാഹം കഴിഞ്ഞ ശേഷം പലയിടങ്ങളിലായി വാടകയ്ക്ക് വീടെടുത്താണ് താമസിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയാണ് ഈ വാടക വീട് തരപ്പെടുത്തുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഒറിജിനൽ പേര് സവാദ് എന്ന പേര് തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഭാര്യാപിതാവ് പക്ഷേ വിശദീകരിക്കാൻ ശ്രമിക്കും. തങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. ഈ അറസ്റ്റിന് ശേഷം വിവരങ്ങൾ അറിഞ്ഞപ്പോൾ, മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഈ കൈവെട്ട് കേസ് പ്രതിയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. തങ്ങളോടും ഷാജഹാൻ എന്ന പേര് പറഞ്ഞു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. വിവാഹ സമയത്ത് ആ പേര് തന്നെ പറഞ്ഞു. ഈ വിവാഹം ചടങ്ങുകളൊക്കെ നടക്കുന്ന ഘട്ടത്തിലും അതേ പേരിൽ തന്നെയാണ് ഈ വിവാഹം ചടങ്ങ് നടന്നത് എന്നൊക്കെയാണ് ഭാര്യാപിതാവ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഭാര്യയ്ക്കും, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അറിവില്ലായിരുന്നു എന്നൊക്കെയാണ്. അതേസമയം SDPIയുടെ സംഘടനാ പിന്തുണ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന പോക്കറ്റുകളിലാണ് ഇദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതായത് ഈ ബേരത്ത്, ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ബേരത്ത് തന്നെ ഈ സംഘടനാ പിന്തുണ ലഭ്യമാകുന്ന സ്ഥലത്ത് തന്നെയാണ് ഇദ്ദേഹം വാടകയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. ആ ഇടങ്ങളിലൊക്കെ പ്രാദേശികമായ പിന്തുണ ഇദ്ദേഹത്തിന് ലഭിച്ചു. ആരുടെയെല്ലാം സഹായം, അതായത് ദീർഘമായ 13 കൊല്ലം ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കേസിലെ മുഖ്യപ്രതിക്ക് ഇങ്ങനെ ഒളിവിൽ കഴിയാനുള്ള സഹായങ്ങൾ ഏതെല്ലാം തലങ്ങളിൽ ലഭ്യമായി എന്ന് NIA ഇതിനകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ ഇടങ്ങളിൽ എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട സംശയം കൂടി ഉയരുന്നത് ഇദ്ദേഹത്തെ പിന്നീടും പല ഓപ്പറേഷനു വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സംശയവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴും ഇത്രയും ദീർഘമായ കാലം ഇങ്ങനെ ഐഡന്റിറ്റിയൊക്കെ വിദഗ്ധമായി മറച്ച് ഒളിവിൽ കഴിയാനുള്ള സഹായങ്ങൾ ഏതെല്ലാം നിലയ്ക്ക് ലഭ്യമായി എന്നത് വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇദ്ദേഹം താമസിച്ച സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഇടങ്ങളിലൊക്കെ SDPIക്കും നേരത്തെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനുമൊക്കെ വളരെ ശക്തിയുള്ള കേന്ദ്രങ്ങളിലാണ്. ആ ഇടങ്ങളിലൊക്കെ സംഘടനാപരമായ സഹായം ലഭ്യമായിട്ടുണ്ട്. ഈ ഭാര്യാപിതാവും SDPIയുടെ പ്രവർത്തകൻ തന്നെയാണ്. ഒപ്പം വിവാഹ സമയത്ത്, വിവാഹ ചടങ്ങിൻ്റെ കാര്യത്തിൽ, താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഒടുവിൽ തൊഴിൽ ലഭ്യമാകുന്ന കാര്യത്തിലും ഇദ്ദേഹത്തിന് സംഘടനാപരമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഈ മരപ്പണി സംബന്ധിച്ച കോൺട്രാക്റ്റുകളൊക്കെ ലഭ്യമാകുന്ന ആളുടെ കീഴിൽ ജോലിക്ക് പോയതും അദ്ദേഹവും ഒരു പോപ്പുലർ ഫണ്ടിൻ്റെ നേരത്തെ ഈ SDPIയുടെ ഒരു നേതാവും പ്രവർത്തകനുമൊക്കെയാണ്. ആ നിലയ്ക്കുള്ള സഹായങ്ങളൊക്കെ ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ NIA അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.